ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു പർച്ചേസിങ് വീഡിയോ ആണ്. നമ്മുടെ ട്രിവാൻഡ്രം ചാല വരെ നമ്മൾ പോവുകയാണ്. അവിടുത്തെ ഒരു RSK ഷോപ്പ് അറിയാം എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ മേക്കപ്പിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ച് തീർന്നിരിപ്പുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ കലോത്സവമൊക്കെ വരുന്നില്ല. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഞാൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ എക്സ്പയറി ആയതുകൊണ്ട് ഇപ്പോൾ പുതിയത് വാങ്ങണം. പിന്നെ തീർന്നു പോയ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ സ്ഥിരം വാങ്ങുന്നത് 2-3 കടകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒറ്റ കടയിലോട്ട് മാത്രം പോകുന്നേ ഉള്ളൂ. അത് നമ്മുടെ RSK എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇത് ചാലയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേസ് പറയാനായിട്ട്. RSK അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഹോൾസെയിലുണ്ട്, റീറ്റെയിൽ ഉണ്ട്. നമ്മുടെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഉള്ള പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടല്ലോ, ഈ ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ്. എല്ലാ സാധനവും ഉണ്ട്. ഇത് കണ്ടോ, ഇത് മറ്റേ നമ്മുടെ ബർത്ത്ഡേക്കുള്ള ഈ ഡെക്കോർ ചെയ്യുന്ന ഐറ്റംസ്, ബലൂൺസ്, പിന്നെ ഒത്തിരി ഹാങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ടൈപ്പൊക്കെ ഇല്ലേ ക്രിസ്മസിനൊക്കെ. ഇപ്പോൾ ക്രിസ്മസൊക്കെ വരാറാവുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനെയുള്ള ഹാരംസ് എല്ലാ സാധനവും കിട്ടും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ പാൻ സ്റ്റിക്ക് എടുക്കുന്നതാണ്. ഞാൻ പാൻ സ്റ്റിക്ക് 2 യൂസ് ചെയ്യാറുണ്ട്. ഇത് വന്നിട്ട് നോർമലായിട്ടുള്ളൊരിതാണ്. പിന്നെ നമ്മുടെ ക്രയോണിൻ്റെ അതും കൂടെ ഞാൻ മിക്സ് ചെയ്ത്, അത് ഇവിടെ കിട്ടത്തില്ല. അത് നല്ല ബ്രാൻഡ് സാധനമാണ്, നല്ല വിലയുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ബ്രാൻഡ് ഐറ്റംസ് ഇല്ല എന്നല്ല, ഇവിടെ ചില മേക്കപ്പ് സാധനങ്ങളുണ്ട്, അതില്ല. അപ്പോൾ അത് ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. ബാക്കി ഈ ബ്യൂട്ടി പാർലർ സംബന്ധിച്ചിട്ടുള്ള എല്ലാം, ഈ സ്കിൻ പ്രോഡക്റ്റ്, പിന്നെ ഹെയറിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഫുൾ ജ്വല്ലറീസാണ്. നമ്മുടെ ഭരതനാട്യം, നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിനുള്ള എല്ലാ ഐറ്റം ഇവിടെയുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. പിന്നെ ഇവിടെ ഒറിജിനൽ എനിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒറിജിനൽ ടെമ്പിൾ ജ്വല്ലറി ഇവിടെ ഇല്ല. നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവരത് ചെയ്ത് തരത്തുള്ളൂ, അല്ലാതെ അവരിങ്ങനെ എടുത്ത് വയ്ക്കത്തില്ല. പിന്നെ ഇത് ഫുൾ ബാംഗിൾസിൻ്റെ ഐറ്റംസാണ്. ഇപ്പം എല്ലാ ടൈപ്പും, ഡാൻസിൻ്റെതാവട്ടെ അല്ലാതെ നോർമലായിട്ടുള്ളതാവട്ടെ, കുഞ്ഞു മക്കൾക്ക് തൊട്ട് വലിയ ആൾക്കാർ വരെയുള്ള എല്ലാ സൈസിലുള്ളതുണ്ട്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് സാധാരണ ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയിരുന്നാലും, കുറച്ചുകൂടി കൂടുതൽ വാങ്ങിയിരുന്നാലുമേ നമുക്ക് അത്യാവശ്യം ഭയങ്കര വിലയൊന്നുമില്ല. നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ കിട്ടുന്നത്. കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നതിനും കാട്ടിയും. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം വളയാണ്. പിന്നെ പൊട്ട്, ഇത് പിന്നെ ഫുൾ ആ പെട്ടിയിലേക്ക് ഇരിക്കുന്നത് ഫുൾ കമ്മലാണ്. കുഞ്ഞ് സ്റ്റഡ് തൊട്ട് വലിയ ജിമിക്ക വരെ ഇവിടെയുണ്ട്. പിന്നെ ഇത് ഫുൾ മുത്ത് മാലയില്ല. ഈ പണ്ടത്തെ ടൈപ്പ് മാലയൊക്കെ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ചില ഡാൻസിനൊക്കെ എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെയാണ് വന്നെടുക്കുന്നത്. ഈ പണ്ടത്തെ ടൈപ്പ് മാലയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ളത്, ആ മാല, മുത്ത് മാല, പണ്ടത്തെ ടൈപ്പ് മുതൽ നമ്മൾ ഇപ്പോഴത്തെ ആയിട്ടുള്ള പുതിയ മോഡൽ ടൈപ്പ് വരെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ കുറച്ച് ഹൈലൈറ്റർ ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു 4 ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടല്ല 4 ഷെയ്ഡ് ഇങ്ങനെ വരുന്ന ഒരു ബോക്സിൽ വരുന്നത്. ഇത് മുമ്പ് എൻ്റെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലത്തതെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതുപോലത്തതല്ല. അത് ഞാൻ വാങ്ങിയിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ ലാഷസ് ഞാൻ ഇങ്ങനെ ഒരു 2-3 ഒരു ബോക്സായിട്ടാണ് വാങ്ങിച്ച് വെക്കുന്നത്. എപ്പോഴും കിട്ടണമെന്നില്ല ഞങ്ങളുടെ വീട്ടിൻ്റെ കാട്ടാക്കട. അപ്പോൾ അതുകൊണ്ട് അതെടുത്തായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമ്മുടെ ഈ ഫേസ് സ്ക്രബ്ബ്, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഇത് സൺസ്ക്രീൻ, ഫേസ് വാഷ്, അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ബ്രാൻഡ് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്, എല്ലാം ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ ഹെയർ സ്ട്രൈറ്റ്നർ, പിന്നെ ഈ കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല വില കുറച്ച് നമുക്ക് കിട്ടും. ഇത് പൊട്ടൊക്കെയാണ്. അപ്പം ഡാൻസിന് ഇങ്ങനത്തെയൊക്കെ പൊട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടുതലും. ഈ ഗോപി പൊട്ട്, ഈ വട്ടപ്പൊട്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെ പൊട്ടും ഞാൻ എടുത്തു. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് പൊട്ട് അത്യാവശ്യം ഒരു 8 പാക്കറ്റൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വട്ടം വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം വളയാണ്.
സോറി മറ്റേ സെക്ഷൻ കണ്ടിട്ട് കുറച്ച് ഈ കല്ല് ഗ്ലിറ്റർ ടൈപ്പ് അങ്ങനെ വരുന്നതാണ്. ഇത് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വളയാണ് കേട്ടോ. പ്ലാസ്റ്റിക് പിന്നെ മെറ്റലിൻ്റെതുകൊണ്ട് പണ്ട് എല്ലാ കളർ അവൈലബിളാണ്. എല്ലാ കളർ കുഞ്ഞ് എൻ്റെ മോക്കിപ്പോൾ ഞാൻ ഇടയ്ക്ക് 9 മാസം എന്തോ ആയ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു പ്രായം തൊട്ട് വലിയവർക്കുള്ള എല്ലാ സൈസും ഇവിടെ കിട്ടും. ഇത് വന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നത്, തുണിയിൽ വരുന്നത്, എല്ലാ കളർ മിക്സ് ചെയ്ത കളറ്, പിന്നെ സിംഗിളായിട്ടുള്ള കളറ് അതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ഈ ബ്യൂട്ടി പാർലറൊക്കെ ഉപയോഗിക്കുന്ന എന്തൊക്കെയൊക്കെയോ വലിയ വലിയ സാധനങ്ങളാണോ. പിന്നെ മാസ്ക് ഒക്കെ ഇല്ലേ, ഈ കുറേ ഈ മൃഗങ്ങളുടെ മാസ്ക്, പിന്നെ അല്ലാതെ നമ്മുടെ ഈ അല്ലാതെ ആൾക്കാരുടെ ഫേമസ് ആയിട്ടുള്ള ഫേസസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെ മാസ്ക്. ഇത് എന്തോ പുലിയാ കടുവ അങ്ങനെ എന്തോ ആണ്. ഈ നമ്മുടെ സ്കൂളിലൊക്കെ ഈ ഇതൊക്കെ ഉണ്ടാവില്ല, എന്താ അതിൻ്റെ പേര്, ഫാൻസി ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ പോയാൽ മതി. കോസ്റ്റ്യൂം വരെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെയൊക്കെ കോസ്റ്റ്യൂം വരെ ഉണ്ട്. ഇപ്പോൾ പുലിക്കളിക്കുള്ളത്, അല്ലെങ്കിൽ കടുവ, പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള എല്ലാ കോസ്റ്റ്യൂം വരെ വരുന്നതുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എടുത്തിട്ടൊന്ന് അവനെ ഒന്ന് വെച്ച് നോക്കും, മോൻ പേടിക്കില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അവന് ചെറിയ പേടിയൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഫുൾ മാസ്കും കാര്യമൊക്കെ ഉണ്ട്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. വളരെ നമ്മൾ തുച്ഛമായ രീതിയിൽ ഞാൻ പറയുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റല്ല, അതിനെക്കാട്ടി നമുക്ക് എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മൂക്കുത്തിയുടെ കളക്ഷൻ ഒത്തിരി ഉണ്ട് ഇവിടെ. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് മൂക്കുത്തിയുടേത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മളെ ഈ ലബാനി സോങ്ങി മറാഠി ടൈപ്പ് മൂക്കുത്തിയില്ലേ, അങ്ങനെയാണ് ഇതിന് കറക്റ്റ് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെത് ഞാനൊരു 2-3 പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എടുത്ത കുറേ സാധനങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വാങ്ങി. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി സമയമൊന്നും എടുത്തില്ല, കാരണം മക്കളുണ്ട്, ജോസഫേട്ടന് പിന്നെ വേറെ ഒരു അത്യാവശ്യമുണ്ട്. എല്ലാം കൂടെ ഒരു 1 മണിക്കൂറിനകത്തെന്തോ എടുത്തെന്ന് തോന്നുന്നു ഞാൻ. അത് ഒത്തിരി സമയമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോഴത്തേക്ക് മോൾ ഉറക്കമായി, മോൻ ജോസഫേട്ടൻ്റെ കയ്യിലിരിക്കുന്നു. ഇപ്പം അങ്ങനെ ഞങ്ങളൊരു പാപ്പനംകോട് അവിടെ എത്തിയപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു ഒരു കട്ടൻ കുടിക്കാൻ ഇരുത്തിയിട്ട്, അങ്ങനെ കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലെത്തി. ഇപ്പം കൂടുതലും ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്കും, മുമ്പൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകും. അത് എന്തോ പിള്ളേരെ ഒന്ന് എടുക്കണം എന്ന രീതിക്കല്ല, ഇപ്പം വരുന്നുണ്ടെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബാക്കിലിരിക്കും, അവർ രണ്ടുപേരും എൻ്റെ അപ്പുറത്തിരുത്തിയിട്ട് അതൊക്കെ മെല്ലെ ഓട്ടിട്ട് സേഫായിട്ട് തന്നെ പോകുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ടാണ് വന്നത് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് വീടെത്തിയപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി അങ്ങനെ വാങ്ങി അപ്പം ഞാൻ കഴിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും എനിക്ക് ഇനി പുതിയ വീഡിയോസൊക്കെ എനിക്ക് ഇടാനായിട്ടുള്ളൊരു ആവേശം ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പിള്ളേരെയും കൂടെ നോക്കുന്നുള്ളൊരു ടൈം കുറച്ച് എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.